ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വിവാഹത്തിനെ അനുബന്ധിച്ച് നടത്തിയ ആ ചർച്ചയിൽ വിവാഹം നടത്തണോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കാനായി അർച്ചനയെ വിളിച്ചു വരുത്തിയിട്ടും അത് എല്ലാവരുടെയും താല്പര്യപ്രകാരം ഒരു തീരുമാനം എടുത്തോളാൻ പറഞ്ഞ് അർച്ചന പോയതിന്റെ നിരാശയിലായിരുന്നു അവന്തിക. റൂമിലേക്ക് എത്തിയ അവന്തിക ആലോചിച്ചത് ഏത് വിധേനയും ഈ വിവാഹം അർച്ചന മുടക്കുമെന്നതായിരുന്നു എന്റെ ചിന്ത. അതുകൊണ്ട് തന്നെയാണ് അർച്ചനയെ ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാനായി അവിടേക്ക് വിളിപ്പിച്ചതും. പക്ഷേ അർച്ചന അത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനായി പറഞ്ഞു വിട്ടിട്ട് അർച്ചന അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അത് മാത്രവുമല്ല, ഇപ്പോ സച്ചിയെ കാണാതായി എന്ന ഒരു ധാരണയിൽ ഈ വീട്ടിലുള്ളവരെല്ലാവരും വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ സച്ചിയെ ധനുഷിനെ കൊണ്ട് തന്നെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിക്കുന്നതും അതിനു വേണ്ടിയായിരുന്നു. എന്നാൽ അതൊക്കെ വെറുതെയായി പോയല്ലോ. അവസാനം വിവാഹം നടത്തണം എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഇവിടെയുള്ളവരെല്ലാം ഉറച്ചു നിൽക്കുകയാണ്. ഇനി എന്താണ് ഒരു പോംവഴി ഈ വിവാഹം നടത്താതിരിക്കാനും എന്നേക്കുമായി ധനുഷ് എനിക്ക് മാത്രം സ്വന്തമായിട്ടിരിക്കുന്നതിനും എന്താണൊരു വഴി, അതിനെന്താണൊരു പോംവഴി എന്നാലോചിച്ച് അവന്തിക തലപുകിക്കുമ്പോൾ മുറിയിലെത്തിയ അർച്ചന ആകെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് അനഘ അരികിലേക്ക് എത്തി. എടുത്തി ഇങ്ങനെ വിഷമിക്കാതെ, സച്ചിയേട്ടൻ ഉടനെ തന്നെ എത്തും. സച്ചിയേട്ടനെ ഓർത്ത് എടുത്തി ഇങ്ങനെ സങ്കടപ്പെടലേ, സച്ചിയേട്ടന് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു ഇവിടെയുള്ളവരെല്ലാവരും അങ്ങനെയാണ് ഏട്ടത്തി. എല്ലാവർക്കും സച്ചിയേട്ടനെ കാണാത്തതിന്റെ പേരിൽ വിഷമമുണ്ടെന്ന് പറയുന്നതല്ലാതെ അതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ കണ്ടെത്താനെന്നുള്ള ആഗ്രഹമൊന്നും അവർക്കില്ല. എത്രയും വേഗം വിവാഹം നടത്തണമെന്ന് മാത്രമാണ് അവരുടെ ചിന്ത എന്ന് പറഞ്ഞ് അനഘ അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് സ്നേഹ എത്തുന്നു. സ്നേഹയോട് അനഘ ചോദിച്ചു, നീ വന്നതെന്തിനാ? നിനക്കും വിവാഹം നടത്തിയേ തീരൂ എന്നുള്ള ആവശ്യമായിട്ടായിരിക്കും നീയും വന്നിരിക്കുന്നത് അല്ലെ? ഇപ്പോ കാണാതായിരിക്കുന്നത് നിന്റെ സ്വന്തം ഏട്ടൻ തന്നെയല്ലേ? സച്ചിയേട്ടനും സന്ദീപും ഇല്ലാത്ത ഈ വിവാഹത്തിൽ നിനക്ക് വളരെ സന്തോഷത്തോടെ ചെന്ന് ധനുഷ സ്വന്തമാക്കാൻ കഴിയുമെന്നായിരിക്കും നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെ പോയാലും വന്നാലും ഇല്ലെങ്കിലും നിനക്ക് നിന്റെ വിവാഹം നടത്തണമല്ലോ അല്ലെ? അതാണല്ലോ നിന്റെ ആഗ്രഹം. പക്ഷെ ഇപ്പോ സച്ചിയേട്ടന്റെ കാര്യത്തിൽ ഇതുപോലെ മനസ്സ് നേറിയിരിക്കുന്ന ഈ പാവത്തിനെ കണ്ടിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ആഗ്രഹിക്കാനുമാണോ സ്നേഹ കഴിയുന്നത്? നിന്റെ മനസാക്ഷി എന്നൊന്നില്ലേ? എന്തായാലും അങ്ങനെ ഒരു മനസാക്ഷി ഇല്ലെങ്കിൽ പോലും അത് ഉണ്ടെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും മറ്റുള്ളവരെ അങ്ങനെയൊന്ന് തെറ്റിദ്ധരിപ്പിക്കാനെങ്കിലും ഒന്ന് അഭിനയിക്കുകയെങ്കിലും ചെയ്യുക സ്നേഹ എന്ന് പറഞ്ഞതും അത് കേട്ട ഉടനെ സ്നേഹ പറഞ്ഞു, അനഘെ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഈ വിവാഹം നടത്തണമെന്ന് എനിക്ക് നിർബന്ധമുള്ളതുപോലെയാണല്ലോ നീ പറയുന്നത്. ഞാൻ ആരോടും ഈ വിവാഹം നടത്തിയേ തീരുവെന്ന് ഇപ്പോഴും ആവശ്യപ്പെട്ടിട്ടൊന്നും തന്നെയില്ല. സച്ചിയേട്ടനും സന്ദീപേട്ടനും അതുപോലെ തന്നെ ഏട്ടത്തിമാരും എല്ലാവരും സന്തോഷത്തോടെ എൻ്റെ ഒപ്പം ഉണ്ടാകണം എന്ന് തന്നെയാണ്, ഈ വിവാഹത്തിൽ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. അല്ലാതെ സച്ചിയേട്ടന് എന്ത് സംഭവിച്ചാലും എനിക്ക് എൻ്റെ വിവാഹം നടത്തണമെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് സ്നേഹ അനഘയോട് അറിയിച്ചു. അത് കേട്ട അനഘ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സ്നേഹേ നിനക്ക് തന്നെ പറഞ്ഞൂടെ? ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ സച്ചിയേട്ടൻ എവിടെയാണെന്ന് പോലും അറിയാത്ത ഈ അവസ്ഥയിൽ ഈ വിവാഹം നടത്തേണ്ട ആവശ്യമില്ല എന്നും വിവാഹം തൽക്കാലം നിർത്തിവെക്കാൻ നിനക്ക് തന്നെ പറഞ്ഞൂടെ? നിനക്ക് ഈ വിവാഹത്തിന് ഇപ്പോൾ താല്പര്യമില്ലെന്ന് നിനക്ക് അറിയിച്ചൂടെ എല്ലാവരോടും എന്ന് ചോദിച്ചു. അങ്ങനെ അവൻ അനഘയുടെ ആ ചോദ്യം കേട്ട് മറുപടി പറയാനില്ലാതെ അങ്ങനെ സ്നേഹം നിൽക്കുന്നത് കണ്ട് അവിടേക്ക് നന്ദൻ എത്തുന്നു. നന്ദൻ വന്ന് ഉടനെ തന്നെ അനഘയെ വിളിച്ചു. അനഘെ നീ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അനഘ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ഉടനെ തന്നെ അകത്തേക്ക് കയറി വന്ന് നന്ദൻ സ്നേഹയോട് പറഞ്ഞു, സ്നേഹെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് അവിടുന്ന് സ്നേഹയെ പറഞ്ഞയച്ചു. സ്നേഹ പോയി കഴിയുമ്പോഴേക്കും അനഘയോട് നന്ദൻ ചോദിച്ചു, നിനക്ക് ഈ വിവാഹം നിർത്തിവെക്കണമെന്ന് അത്ര വലിയ നിർബന്ധമാണോ അനഘെ? അങ്ങനെ ഈ വിവാഹം നിർത്തിവെച്ചാൽ ഇപ്പൊ ഈ വീട്ടിലുള്ള പ്രശ്നങ്ങളെല്ലാം അതോടെ അവസാനിക്കുവോ എന്ന് ചോദിച്ചപ്പോ അനഘ ചോദിച്ചു, ഇപ്പോ ഇവിടെ നിന്ന് സ്നേഹ പോലും പറഞ്ഞത് അത് തന്നെയാണ് നന്ദേട്ടാ. സച്ചിയേട്ടനും സന്ദീപും പിന്നെ ഏട്ടത്തിമാരും എല്ലാവരും ഒപ്പമുണ്ട് ഉള്ള ആ ഒരു അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ അവളുടെ വിവാഹം നടക്കണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരും അരികിലുള്ളപ്പോൾ അവളുടെ കഴുത്തിൽ താലി വീഴണമെന്ന്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ ആരും തന്നെ ഇല്ലല്ലോ നന്ദേട്ടാ. എന്താണ് ഇനിയും ഈ വിവാഹം നടത്തണമെന്ന് ഇത്ര നിർബന്ധം? ഇപ്പോ സച്ചിയേട്ടനെ കാണാത്തതിന്റെ പേരിൽ ആകെ തകർന്നിരിക്കുകയാണ് ഇവിടെ എല്ലാവരും. ആ വിഷമത്തിന്റെ ആഘാതം പോലും ആർക്കും അറിയില്ലേ? നന്ദേട്ടന് പോലും സ്വന്തം മനസ്സിനെ കാണാത്തതിന്റെ വിഷമയില്ലേ എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് നന്ദൻ പറഞ്ഞു, അനഘെ എല്ലാവരും ആകെ ടെൻഷനിൽ തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ സച്ചി നാളെ രാവിലെ തന്നെ മടങ്ങി എത്തുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവൻ വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് അവനെ ചിന്തിച്ച് ഈ വിവാഹം മാറ്റിവെക്കുന്നത് കൊണ്ട് എന്തർത്ഥമാണുള്ളത്? എന്തെല്ലാം പ്രശ്നങ്ങൾ ഇപ്പോൾ ഇതിനോടകം ഉണ്ടായിക്കഴിഞ്ഞു. ഞാൻ വന്നത് അർച്ചനയോട് ചില കാര്യം പറയാനാണ്. അർച്ചനെ ഇപ്പോഴത്തെ അവസ്ഥ അർച്ചനയ്ക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നാളെ ഈ വിവാഹം നടത്തിയേ തീരൂ. ഈ സാഹചര്യത്തിൽ നാളെ രാവിലെ സച്ചി ഇങ്ങ് മടങ്ങിയെത്തും. ആ സമയത്ത് വിവാഹം മാറ്റിവെക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നന്ദനോട് അർച്ചന ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റ് ചോദിച്ചു,
അങ്ങനെ സച്ചിയേട്ടൻ ഇവിടെ എത്തുമെന്ന കാര്യത്തിൽ എന്തുറപ്പാണ് നന്ദേട്ടന് പറയാനുള്ളത്? നന്ദേട്ടൻ പറയുന്നത് പോലെ സച്ചിയേട്ടൻ ഇവിടെ എത്തുകയില്ല. എനിക്ക് ഉറപ്പാണ്. എന്റെ സച്ചിയേട്ടന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് തീർച്ചയാണ്. നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് പോലെ എനിക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്റെ സച്ചിയേട്ടന് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് കണ്ടെത്തണം. എന്റെ സച്ചിയേട്ടന് എന്താ പറ്റിയതെന്ന് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. ആരും എന്റെ സച്ചിയേട്ടനെക്കുറിച്ച് അന്വേഷിക്കാനില്ലെങ്കിൽ പോലും ഞാൻ കണ്ടെത്തും എന്റെ സച്ചിയേട്ടനെ. എന്താ എന്റെ സച്ചിയേട്ടന് പറ്റിയതെന്ന് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. സച്ചിയേട്ടനെ ഞാൻ രക്ഷിക്കും. ആരും എന്റെ സഹായത്തിന് വരണമെന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടേതായ താല്പര്യങ്ങളും ആഗ്രഹങ്ങളുമാണ് വലുത്. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ വാശി ജയിക്കണം. അത്രമാത്രമല്ലേ ഉള്ളൂ. എനിക്കാണ് എന്റെ സച്ചിയേട്ടനെ നഷ്ടമായത്. എന്റെ സച്ചിയേട്ടന്റെ നഷ്ടം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും എന്നെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്റെ സച്ചിയേട്ടൻ എവിടെയാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും ഞാൻ രക്ഷിക്കും. ദയവേത് ഒരു കാര്യം എല്ലാവരോടും പറയാനുള്ളൂ. എന്റെ സച്ചിയേട്ടനെ കുറിച്ചല്ലാതെ വേറൊരു കാര്യവും പറയാനായിട്ട് ആരും ഇവിടേക്ക് വരരുത്. ദയവേത് എന്നോട് അങ്ങനെ ഒരു കരുണയെങ്കിലും എല്ലാവരും കാട്ടണമെന്ന് പറഞ്ഞ് വിവാഹത്തെക്കുറിച്ചും മറ്റൊന്നിനെക്കുറിച്ചും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നും എന്റെ സച്ചേട്ടന്റെ കാര്യമല്ലാതെ മറ്റൊന്നും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് കൈ തൊഴുതുകൊണ്ട് അർച്ചന നന്ദനോടത് ആവശ്യപ്പെട്ടപ്പോ നന്ദൻ മറ്റൊന്നും പറയാനില്ലാതെ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അർച്ചനയുടെ വാക്കുകൾക്ക് മറുപടി നൽകാനാകാതെ നന്ദൻ നാളത്തോടെ തലകുനിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അർച്ചന ആ ബെഡിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. നന്ദേട്ടനും ആർക്കും തന്നെ എന്റെ സച്ചിയേട്ടനെ കാണാത്തതിൽ യാതൊരു ദുഃഖവുമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ സച്ചിയേട്ടനെ കണ്ടെത്തേണ്ടത് എന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ സച്ചിയേട്ടനെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അർച്ചന അവിടെ ഇരുന്ന് പൊട്ടിക്കരയുമ്പോൾ അർച്ചനയുടെ അരികിലിരുന്ന് അനഘ അർച്ചനയെ സമാധാനപ്പെടുത്തി. പിന്നീട് തനിച്ചിരുന്ന അർച്ചന ആലോചിച്ചു, എന്നെ സഹായിക്കാനുണ്ടായിരുന്ന എല്ലാവരും പല ഭാഗത്തായി ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് എന്നാലോചിച്ച് ആകെ വിഷമിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അർച്ചനയുടെ ഫോണിലേക്ക് സന്ധ്യ ഡോക്ടർ വിളിച്ചു. സന്ധ്യ ഡോക്ടർ കോള് കണ്ടതും അർച്ചന കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ സന്ധ്യ ഡോക്ടർ പറഞ്ഞു, അർച്ചനെ എന്നെ രക്ഷിക്കുക അർച്ചനെ. ഞാൻ ഇവിടെ ഈ ബാംഗ്ലൂരിൽ ആരൊക്കെയോ ചേർന്ന് എന്നെ അകപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ എവിടെയോ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആരൊക്കെയോ എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അവർ ആദ്യം എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി. പിന്നെ എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്ന് തന്നു. ഇപ്പോൾ എന്തിനാണ് അവർ തിരിച്ചു വാങ്ങിച്ചതെന്ന് തന്നിട്ട് പോയെന്ന് എനിക്കറിയില്ല. എന്താ അവരുടെ ഉദ്ദേശമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു ട്രാപ്പായിരുന്നു അർച്ചനെ. അതെനിക്ക് തീർച്ചയാണ്. എന്നെ ഇവിടെ വിളിച്ചു വരുത്തി അവരെന്നെ ഇവിടെ അകപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് കേട്ടോടും സന്ധ്യ ഡോക്ടറോട് അർച്ചന പറഞ്ഞു, ഡോക്ടറെ ഇവിടുത്തെ അവസ്ഥയും അതിലും കഷ്ടമാണ്. സച്ചിയേട്ടനെ കാണുവാനില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ്റെ അടുത്തുണ്ടായിരുന്ന എല്ലാവരെയും, എനിക്ക് സഹായമായിട്ടുണ്ടായിരുന്ന എല്ലാവരെയും എൻ്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് മൊത്തത്തിൽ. അവിടെ സന്ധ്യ ഡോക്ടറെ എൻ്റെ അരികിൽ നിന്ന് ഇത്രയും ദൂരത്തേക്ക് മാറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ സച്ചിയേട്ടനെ ഇവിടെ നിന്ന് മാറ്റി നിർത്തി. പിന്നെ ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചു നോക്കിയാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ അവന്തികയും ധനുഷുമാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. സന്ധ്യ ഡോക്ടറോട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ സന്ധ്യ ഡോക്ടറെ മാറ്റി നിർത്തിയിരിക്കുന്നതിന്റെ കാരണവും അവർ തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സന്ധ്യ ഡോക്ടർ പറഞ്ഞു, അതെ, 2 ദിവസത്തേക്കാണ് എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നതെന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 2 ദിവസം കഴിഞ്ഞാൽ അവര് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുമെന്നാണ് അവർ പറയുന്നത്. അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് സന്ധ്യ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സന്ധ്യ ഡോക്ടറുടെ കയ്യിൽ നിന്ന് അവർ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചിട്ട് അവിടുന്ന് പോകുന്നു. സന്ധ്യ ഡോക്ടറെ ആ റൂമിൽ തനിച്ചാക്കി. അപ്പോഴേക്കും സന്ധ്യ ഡോക്ടറെ ഫോണും അവർ വാങ്ങിച്ചുകൊണ്ട് പോയതിന് നിരാശയിൽ അർച്ചന എന്ന് പറഞ്ഞ് സന്ധ്യ ഡോക്ടർ ബഹളം വയ്ക്കുന്നത് മാത്രം അർച്ചന കേട്ടു. അതോടെ അർച്ചന ആകെ നിരാശയിലായി. ദൈവമേ, ഇനിയിപ്പോൾ എല്ലാ അവസ്ഥയിലും എൻ്റെ സച്ചിയേട്ടനെ എനിക്ക് രക്ഷിച്ചേ തീരൂ. എല്ലാ ആളുകളെയും എൻ്റെ അരികിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണല്ലോ. ഈ അവസ്ഥയിൽ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് അർച്ചന ആകെ തകർന്ന് ആകെ വിഷമിച്ചിരിക്കുമ്പോൾ സച്ചിയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിൽ അവിടെ തടങ്കലിരുത്തുന്ന ആ നിമിഷത്തിൽ അവിടെ എത്തിച്ചേർന്ന ഗുണ്ടകൾ സച്ചിയുടെ മുഖത്തേക്ക് ഒരു കുപ്പി വെള്ളം ഒഴിച്ചു. സച്ചി കണ്ണു തുറന്നതും എല്ലാവരോടുമായി ചോദിച്ചു, നിങ്ങളെല്ലാവരും ആരൊക്കെയാണ്? എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? എന്തിനാ നിങ്ങൾ എന്നെ പിടിച്ചോണ്ട് വന്നത് എന്നെല്ലാം സച്ചി ദേഷ്യത്തോടെ അവരോട് ചോദിച്ചു. എല്ലാം കേട്ട അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്ന എന്തിനാണെന്ന് ഞങ്ങൾ പറയാം. അല്പനേരത്തേക്ക് നിന്നെ ഇവിടെ നിന്ന് മാറ്റി നിർത്തണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിവാഹം അവിടെ നടക്കണം. അതിനുശേഷം നിന്നെ ഇവിടെ നിന്ന് തുറന്നു വിടും. വിവാഹം നടക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കും. കുറച്ചു നേരം മാത്രം നീ ഇവിടെ നിന്നാൽ മതി. ഇന്ന് വൈകുന്നേരത്തോടെ നിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ സ്വതന്ത്രരാക്കും. എന്താ അതുപോരെ എന്ന് ചോദിച്ചു. അത് കേട്ടതും സച്ചി ആകെ ടെൻഷനിലായി. നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയതിന്റെ കാരണം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചത് എന്ന് ചോദിച്ചതും ആ സ്ത്രീ പറഞ്ഞു, കൂടുതലൊന്നും നീ ചോദിക്കണ്ട. നിന്നോട് ഞങ്ങൾ പറഞ്ഞല്ലോ
അതങ്ങ് നീ കേട്ടാൽ മതി എന്ന് പറഞ്ഞ് ആ ഗുണ്ടാ തലവനിൽ ഒരാൾ സച്ചിയെ താക്കീത് ചെയ്യുകയും ആ സ്ത്രീ സച്ചിയോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. സച്ചി ആകെ നിരാശയോടെയും സങ്കടത്തോടെയും അവിടെ ഇരിക്കുമ്പോൾ ആതിരയുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള സമയം അടുത്തു തുടങ്ങി. സന്ദീപിനെ കാണാത്തതിൽ ആകെ ടെൻഷനിലായി എല്ലാവരും. സന്ദീപിനെ വിളിച്ചു നോക്കിയോ മോളെ എന്ന് ആതിരയോട് ചോദിച്ചതും ഞാൻ ഇപ്പൊ വിളിച്ചു അമ്മേ, സന്ദീപ് ഫോൺ എടുത്തില്ല എന്ന് ആതിര മറുപടി നൽകി. അപ്പോഴേക്കും സിസ്റ്റർ അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു 8:30ക്കാണ് ആതിരയ്ക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്, അപ്പോഴേക്കും റെഡി ആയിരിക്കണമെന്ന് പറഞ്ഞു. ശരി ശരി സിസ്റ്റർ എന്ന് അവർ മറുപടി നൽകുമ്പോൾ ആകെ ടെൻഷനോടെ ആതിര അവിടെ ഇരിക്കുന്നത് കണ്ട് ജയന്ത മാഷിനോട് കമലമ്മ ചോദിച്ചു, അല്ല ഇനിയിപ്പോ എന്ത് ചെയ്യും മാഷേ, സന്ദീപിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോ ജയന്ത മാഷ് പറഞ്ഞു, സച്ചിയെ കാണാത്തത് കൊണ്ട് അവിടെ നിൽക്കുകയായിരിക്കും, ആകെ ടെൻഷനിലായിരിക്കും പാവം, ഇത്രയും നേരമായിട്ടും എന്തെങ്കിലും വിവരം കിട്ടിയിട്ട് വരാമെന്ന് ഓർത്തായിരിക്കും അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സന്ദീപ് അവിടേക്ക് എത്തിയത്. വേഗം ആതിരയും കമലമ്മയും ജയന്ത മാഷും വളരെ പ്രതീക്ഷയോടെ സന്ദീപിനോട് വിവരം അന്വേഷിച്ചു. എന്താ മോനെ, എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ, സച്ചിമോനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ സാധിച്ചോ എന്ന് ചോദിച്ചപ്പോ ഇല്ല, ഇതുവരെയായിട്ടും ഒരു വിവരവും കിട്ടിയിട്ടില്ല ഏട്ടനെ കുറിച്ച്. പോലീസ് അന്വേഷണം തുടരുകയാണ്, എന്തെങ്കിലും ഒരു പോംവഴി ഉടനെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. സച്ചിയേട്ടൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നാണ് എല്ലാവരുടെയും നിഗമനം. വണ്ടി മാത്രം കിട്ടിയ സ്ഥിതിക്ക് ഉടനെ തന്നെ സച്ചിയേട്ടനെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസും പറഞ്ഞിരിക്കുന്നത്. ഞാൻ വീട്ടിൽ നിൽക്കാതിരുന്നത് ഈ പ്രശ്നങ്ങൾക്കിടയിലും അവിടെ എല്ലാവരും വിവാഹം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്, വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുകയും പ്രതികരിക്കുകയും ചെയ്തു പോകും, അത് പിന്നെ വലിയൊരു ബഹളത്തിൽ കലാശിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് പോകുന്നത് എന്ന് സന്ദീപ് എല്ലാവരോടും അറിയിച്ചു. സന്ദീപിന്റെ വാക്കുകൾ കേട്ടതോടെ ദേവന്തമാഷും കമലമ്മയും ആകെ വിഷമത്തിലായി. അച്ചു എന്ത് പറയുന്നു, അവളെ വിളിച്ചിട്ട് അവൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ എടുത്തി ആകെ വിഷമത്തിലാണ്, ആകെ തകർന്നിരിക്കുകയാണ് പാവം. എന്ത് ചെയ്യാനാ, സന്ദീപേട്ടൻ ഈ സമയത്ത് സച്ചേട്ടനെ കാണാതായപ്പോ ആകെ നിരാശയിലായിപ്പോയി ആ പാവം. ആരും ഒപ്പമില്ലല്ലോ, എല്ലാവരും പല ഭാഗത്തായി പോയില്ലേ, ഏടത്തിക്ക് ഒന്ന് സമാധാന വാക്കുകൾ പറയാൻ പോലും ആരും അരികിലില്ലാത്ത അവസ്ഥയായില്ലേ എന്ന് പറഞ്ഞപ്പോ അല്ല ഇനിയിപ്പം വിവാഹം മാറ്റിവെക്കുന്നില്ലേ, വിവാഹം എന്ന് നടത്താനാ തീരുമാനം എന്ന് ചോദിച്ചപ്പോ അതൊന്നും അവിടെ ആർക്കും പ്രശ്നമല്ല, സച്ചേട്ടനെ കാണാതായതൊന്നും അവിടെ ആരെയും സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യങ്ങളല്ല. ഈ ഒരു സാഹചര്യത്തിലും വിവാഹം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പോകുന്നതെന്ന് സന്ദീപ് അറിയിച്ചു. എല്ലാം കേട്ട ശേഷം ദയാനന്ദ മാഷും കമലടത്തിയും ആകെ ഞെട്ടിലോടെ നോക്കുകയാണ്. അല്ല സേതുവേട്ടൻ പോലും ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിരിക്കുകയാണോ, സേതുവേട്ടന്റെ സ്വന്തം മകനെയല്ലേ കാണാതായിരിക്കുന്നത് എന്ന് ചോദിച്ച് ആകെ കമലടത്തി സംശയത്തിൽ അങ്ങ് നിൽക്കുമ്പോൾ സന്ദീപ് പറഞ്ഞു, എൻ്റെ ഏട്ടന് എന്ത് പറ്റിയെന്നറിയത്തില്ല, എൻ്റെ ഏട്ടനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ, എന്താ സംഭവിച്ചത് എന്ന് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ സമയത്ത് ഏട്ടത്തിയാണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് സന്ദീപ് ആകെ ടെൻഷനോട് നിന്നു. വിവാഹം നടത്തണ്ടെന്ന് പറഞ്ഞാലും ആരും അതൊന്നും കേൾക്കാൻ തയ്യാറാവുകയോ സച്ചിയേട്ടനെ അന്വേഷിച്ച് പോകാനോ പോലും ആരും തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞ് ആകെ വിഷമത്തിലായി സന്ദീപ്. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞ് മീരയെടുത്തെയും അനൂപിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞത്. ഇതെന്തൊരു വീട്ടുകാരാണ്, സ്വന്തം മകനെ കാണാത്ത അവസ്ഥയിൽ അവിടെ ഒരു വിവാഹം നടത്താൻ ഒരുങ്ങുകയാണ് ആ മനുഷ്യർ. എത്ര വലിയ വീടാണെന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെയുണ്ടോ ആളുകൾ. അല്ല അവർക്ക് ഈ വിവാഹം നടത്തുക എന്നതാണ് അവർക്കിപ്പോൾ പ്രധാനം. സച്ചിയെ കാണാതായതൊന്നും അവരെ സംബന്ധിച്ച് അത്ര വലിയ കാര്യങ്ങളൊന്നും തന്നെയല്ല. എന്തായാലും സച്ചിയെ ഒന്നും തന്നെ ചെയ്യാൻ അവർക്ക് കഴിയില്ല, അത് തീർച്ചയാണ്. അപ്പോഴേക്കും അനൂപ് ചോദിച്ചു, അല്ല ഇത്രയും നേരമായിട്ടും സച്ചിയെക്കുറിച്ച് ഒരു വിവരവും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ, സച്ചിക്ക് എന്താ പറ്റിയെന്ന് പോലും പോലീസുകാർക്ക് പോലും കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മീരടുത്തി പറഞ്ഞു, അതെ സച്ചിയെ രക്ഷിക്കാൻ അർച്ചു തന്നെ ഉണ്ടാവും, അച്ചു ജീവനോടെ ഉണ്ടെങ്കിൽ സച്ചിക്ക് ഒരാപത്തും വരില്ല, അത് 3.5 തരവാണ്. അനുപേട്ടൻ നോക്കിക്കോ, ഇപ്പോ സച്ചിയെ രക്ഷിച്ചുകൊണ്ട് വരാൻ പോകുന്നത് അച്ചു തന്നെയായിരിക്കും, അച്ചുവിനെ അതിനുള്ള കഴിവുള്ളൂ. ആരൊക്കെ അച്ചുവിനോടൊപ്പം ഉണ്ടെന്ന് ഇല്ലെങ്കിലും അച്ചുവിന് അതിന് സാധിക്കും. അല്ലെങ്കിലും സച്ചി എന്ന് പറഞ്ഞാൽ അച്ചുവിന് ജീവനാണ്. അതുകൊണ്ട് തന്നെ അവൾ സച്ചിയെ രക്ഷിക്കാനായി തുനിഞ്ഞിറങ്ങുകയും സച്ചിയെ രക്ഷിച്ചുകൊണ്ട് അവൾ തിരികെ എത്തുകയും ചെയ്യും. അതോർത്ത് അനൂപേട്ടൻ ടെൻഷൻ ആവുകയൊന്നും വേണ്ട, എനിക്കത് 100% ഉറപ്പാണ്. പിന്നെ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം അവിടെയെന്നറിയത്തില്ല. ആ വീട്ടിൽ പാവത്തെ ഒന്ന് സമാധാനിപ്പിക്കാൻ അനഘയല്ലാതെ വേറെ ആരും തന്നെ അവിടെ ഇല്ലല്ലോ. അതാണ് ആ പാവത്തിന്റെ ഇപ്പോഴത്തെ ആകെയുള്ള വിഷമം. എന്തായാലും അനഘയെങ്കിലും കൂടെ ഉള്ളത് നന്നായി. ഞാൻ സന്ദീപ് തിരിച്ചു വന്നതെന്ന് നോക്കാം. ആതിരയുടെ ഓപ്പറേഷനുള്ള സമയമാകാറായിട്ടുണ്ട്. ഇത്രയും നേരമായിട്ടും സന്ദീപ് എത്താത്തതിന്റെ ടെൻഷനിലാണ് എല്ലാവരും. അവിടെ എന്താണ് വിവരം അറിഞ്ഞതെന്നും
എന്താണ് സച്ചിയെക്കുറിച്ചുള്ള വിവരം എന്നൊക്കെ ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് ഉടനെ ഇങ്ങ് വരാം. അനൂപേട്ടൻ ഒന്ന് ഇവിടെ ഇരിക്കണേ, ഞാനിപ്പോൾ തന്നെ വരാം എന്ന് പറഞ്ഞ് മീര വേഗം തന്നെ ആതിരയുടെ റൂമിലേക്ക് പോകുന്നു. ആ സമയത്ത് അർച്ചന റൂമിലിരുന്ന് സച്ചിയെക്കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോൾ സന്ധ്യ ഡോക്ടറും ആകെ നിരാശയോടെ തനിക്ക് പറ്റിയ ഈ ട്രാപ്പിനെ കുറിച്ച് ചിന്തിച്ചു. മനഃപൂർവ്വം തന്നെ ആരോ ഇവിടെ കുടുക്കിയതാണെന്ന് ഉറപ്പായ സന്ധ്യ ഡോക്ടറും ഈ ഒരു സാഹചര്യത്തിൽ അർച്ചനയുടെ അരികിൽ നിന്ന് തന്നെ മാറ്റിയതാണെന്ന് സന്ധ്യയ്ക്കും മനസ്സിലാവുന്നു. എല്ലാ രീതിയിലും തന്നെ സഹായിക്കാനുണ്ടായിരുന്നവരെല്ലാവരും തന്റെ അരികിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഒരു രീതിയിലും തന്നെ സഹായിക്കാൻ ആർക്കും കഴിയുന്നില്ല. തനിക്ക് കൂട്ടുണ്ടായിരുന്ന എല്ലാവരെയും എൻ്റെ അരികിൽ നിന്ന് അകറ്റി നിർത്തി മനഃപൂർവ്വം അവരെന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയാണ് താൻ രക്ഷപ്പെടുക എന്ന് അർച്ചന ആലോചിച്ചു. അവസാനം അർച്ചനയ്ക്ക് എന്തോ ഒരു തോന്നൽ ഉടനെ തന്നെ അർച്ചനയുടെ മനസ്സിലേക്കുണ്ടായി. ഇങ്ങനെ കരഞ്ഞു കലങ്ങി ഇവിടെ ഇരുന്നാൽ പോരാ, കരഞ്ഞ് ഇങ്ങനെ ഈ റൂമിൽ തന്നെ കഴിച്ചു കൂട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. എൻ്റെ സച്ചിയേട്ടനെ രക്ഷിക്കണം, അതിന് ഞാൻ തന്നെ മുന്നിട്ടിറങ്ങിയേ തീരൂ. സച്ചിയേട്ടനെ രക്ഷിക്കാൻ ഞാൻ തന്നെ ഇറങ്ങണം. എൻ്റെ സച്ചിയേട്ടനെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് സഹായത്തിനായിട്ട് ആരെങ്കിലും ദൈവം വരും. ഇവിടെ ഈ വീട്ടിൽ ആരും എനിക്കൊപ്പം ഇല്ലെങ്കിൽ പോലും എൻ്റെ സച്ചിയേട്ടനെ രക്ഷിക്കാനായിട്ട് എനിക്കൊപ്പം ദൈവമുണ്ടാകും, അത് തീർച്ചയാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അർച്ചന വേഗം തന്നെ തൻ്റെ ഫോൺ കയ്യിലെടുത്തു. ഉടനെ സച്ചിയേട്ടനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് അറിയുവാനായി രാജമല്ലിക മേഡത്തിൻ്റെ ഫോണിലേക്ക് അർച്ചന വിളിച്ചു. ആ സമയം അന്വേഷണം കഴിഞ്ഞ് തിരിച്ച് ക്വാർട്ടേഴ്സിലേക്ക് എത്തിയ രാജമല്ലിക കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു, അർച്ചന, ഞാൻ ഇപ്പോൾ അന്വേഷണം കഴിഞ്ഞ് ഈ ക്വാർട്ടേഴ്സിലേക്ക് വന്നെത്തിയതേ ഉള്ളൂ. ഇതുവരെയായിട്ടും ഒരു റിസൾട്ടും ഉണ്ടായിട്ടില്ല. ഒരുവരെ സച്ചിയെക്കുറിച്ച് ഒരു വിവരം കണ്ടെത്താനും സാധിച്ചിട്ടില്ല. ബോഡി പോലും ഞങ്ങൾക്ക് കണ്ടെത്താനും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം തീർച്ചയാണ്, സച്ചി എവിടെയോ ജീവനോടെയുണ്ട്. സച്ചിക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, അത് തീർച്ച. ഇന്ന് ഈ രാത്രിക്കുള്ളിൽ തീർച്ചയായിട്ടും സച്ചിയെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കും. അർച്ചന സമാധാനപ്പെട് എന്ന് പറഞ്ഞ് അർച്ചനയെ സമാധാനപ്പെടാനായി പറഞ്ഞുകൊണ്ട് രാജമല്ലിക ഫോൺ കട്ട് ചെയ്യുമ്പോൾ അർച്ചന ആകെ ടെൻഷനിലായി. സച്ചിയേട്ടനെ കണ്ടെത്തണമെങ്കിൽ ഇനി ഞാൻ തന്നെ തുനിഞ്ഞിറങ്ങിയേ തീരൂ. സച്ചിയേട്ടനെ ആപത്തിൽപ്പെടുത്തിയിരിക്കുന്നത് ആരായാലും അവരുടെ പിടിയിൽ നിന്ന് സച്ചിയേട്ടനെ എനിക്ക് രക്ഷിക്കണം. അതിന് ഞാൻ തന്നെ മുന്നിട്ടിറങ്ങണം എന്ന് അർച്ചന തീരുമാനിച്ചു. അങ്ങനെ അർച്ചന അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിച്ചണിൽ അനഹ ചായ എടുക്കാനുള്ള തിരക്കിലായിരുന്നു. അർച്ചന റൂമിൽ തന്നെ ആയതുകൊണ്ട് ഏട്ടത്തിക്ക് ഒരു ഗ്ലാസ് ചായയെങ്കിലും ഇട്ട് കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ട് അനഹ ചായ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടെ കിച്ചണിലേക്ക് എത്തിയ അവന്തികയെ അനഹ കണ്ടത്. അവന്തിക ഒന്നും മിണ്ടാതെ നേരെ വന്ന് ഫ്രിഡ്ജ് തുറന്ന് അതിൽ നിന്ന് കുറച്ച് തണുത്ത വെള്ളമെടുത്ത് കുടിക്കുന്നതിനിടയിൽ അനഹ ഒന്നും അറിയാത്ത പോലെ പറഞ്ഞു, ഇക്കണക്കിന് പോയാൽ ശരിക്കും വെള്ളം കുടിക്കേണ്ടി വരും, അത് തീർച്ചയാണ്. സച്ചിയേട്ടനെ എന്തായാലും അർച്ചന എടുത്തി കണ്ടെത്തുക തന്നെ ചെയ്യും. സച്ചിയേട്ടനെ മാറ്റി നിർത്തി മറ്റുള്ളവരെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് അർച്ചന എടുത്തിക്കൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരെയും അകറ്റി നിർത്തി പലരും പല ഗെയിമും ഇവിടെ കളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ഇന്ന് എത്രയൊക്കെ ശ്രമിച്ചാലും ഈ വിവാഹം നടക്കില്ല. ഇവിടെ ഈ വിവാഹം നടത്താതിരിക്കാൻ അർച്ചനയിടത്തേക്കാൾ ഏറെ ആഗ്രഹമുള്ളത് മറ്റൊരാൾക്കാണെന്നും എനിക്കറിയാം. പക്ഷേ ഇന്നത്തെ ഈ വിവാഹം നടക്കാതിരിക്കാനായിട്ട് ഒന്നും തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഉണ്ടായിട്ടുമില്ല. എന്നാൽ ഇന്ന് സച്ചിയേട്ടനെ കണ്ടെത്താൻ പോകുന്നത് അർച്ചനയിടത്തെയാണ്. അങ്ങനെ സച്ചിയേട്ടനെ കണ്ടെത്തി കഴിയുമ്പോൾ സച്ചിയേട്ടൻ ഇങ്ങനെ ഒരു മാറ്റത്തിന് കാരണം സച്ചിയേട്ടനെ തട്ടിക്കൊണ്ടു പോയതിന് പിന്നിൽ അവന്തികേടത്തിയാണ് എന്നുള്ള മറുപടി സച്ചിയേട്ടൻ്റെ നാവിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതോടെ തീർന്നു ചേച്ചിക്ക് ഈ വീട്ടിലുള്ള വാസം. പിന്നെ ചേച്ചി ഈ വീട്ടിൽ എങ്ങനെ കഴിയേണ്ടി വരുമെന്നതിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരും, ഓർത്തോ എന്ന് പറഞ്ഞ് അനഘ ചായയും എടുത്തുകൊണ്ട് പോകുമ്പോൾ അവന്തിക അനഘ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ടെൻഷനിലായി. ഇനി അഥവാ സച്ചിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അർച്ചന വരികയാണെങ്കിൽ തന്നെ താനാണ് അത് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ആരെങ്കിലും അറിഞ്ഞാൽ അതോടെ തനിക്ക് ഈ വീട്ടിലുള്ള തൻ്റെ സ്ഥാനം എന്നേക്കുമായി ഇല്ലാതാകുകയും ധനുഷ് സ്നേഹ വിവാഹം കഴിച്ച് ഈ വീട്ടുകാരനായി തീരുകയും ചെയ്താൽ പിന്നെ ഒരിക്കലും തനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഈ വിവാഹം മുടക്കുകയും അതോടൊപ്പം സച്ചിയുടെ ഈ ഒരു തിരോധാനത്തിന് പിന്നിൽ താനല്ല എന്നുള്ള കാര്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയും വേണമെന്ന് അവന്തിക തീരുമാനിക്കുന്നു. പിന്നീട് സച്ചിയെ കണ്ടെത്തുമെന്നുള്ള ഉറച്ച തീരുമാനമെടുത്ത് അതിന് തന്നെ സഹായിക്കാൻ പറ്റിയത് ആരാണ് എന്നതിനെക്കുറിച്ച് അർച്ചന ആലോചിക്കുന്നു. അർച്ചന ആകെ വിഷമത്തോടെ രാവിലെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന നേരത്ത് അർച്ചനയെ കാണാനായി ധനുഷ് കാത്തു നിന്നു. എന്തായി, ഈ വിവാഹം നീ മുടക്കുമെന്നല്ലേ വെല്ലുവിളിച്ചിരുന്നത്? എന്നിട്ട് ഇന്ന് നിന്റെ മുന്നിൽ തന്നെ ഈ വിവാഹം നടക്കാൻ പോവുകയാണ്.
സ്നേഹയുടെ കഴുത്തിൽ ഞാൻ താലി ചാർത്താൻ പോകുന്നു. ഇനിയും സമയമുണ്ട് നിനക്ക് ഈ വിവാഹം മുടക്കാനായിട്ട്. എന്തെങ്കിലും വഴിയുണ്ടോ നിനക്കിത് മുടക്കാൻ എന്ന് ധനുഷ് അഹങ്കാരത്തോടെ ചോദിക്കുമ്പോൾ അർച്ചന കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് കലിയോടെ ധനുഷിന് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ഇന്നത്തെ ഈ വിവാഹം ഒരു കാരണവശാലും നടക്കില്ല. നീ നോക്കിക്കോ, ഈ വിവാഹം നടക്കില്ലടാ എന്ന് അർച്ചന വെല്ലുവിളിച്ചു. അതിനുശേഷം അർച്ചന തന്നെ സഹായിക്കാനായി തൻ്റെ ഒപ്പമുണ്ടായിരുന്ന എല്ലാവരെയും പല രീതിയിലും ധനുഷും അവന്തികയും ട്രാപ്പിലാക്കിയ സ്ഥിതിക്ക് ഇനി തന്നെ രക്ഷിക്കാനും തന്നെ സഹായിക്കാനും മറ്റൊരു സുഹൃത്തിനെ കഴിയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തൻ്റെ കൂട്ടുകാരിമാരിൽ ഒരാളായ ഗംഗയെ അർച്ചന വിളിച്ചു വരുത്തുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തനിച്ചു നിന്ന് കണ്ടെത്തിയ ഗംഗയ്ക്ക് ഈ പ്രശ്നത്തിനും തന്നെ സഹായിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളതിനാൽ അർച്ചന കൂട്ടുകാരിയായ ഗംഗയെ അരികിലേക്ക് വിളിക്കുകയും ഗംഗ അർച്ചനയെ ആശ്വസിപ്പിക്കുകയും ശശിയെ കണ്ടെത്താൻ അർച്ചനയോടൊപ്പം പുറപ്പെടുന്നു.